ശാന്തി 24/8/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് സംഗമത്തിൽ ഏത് സ്മൃതികൾ നൽകിയോ അതിനെ സ്മരിക്കൂ. അപ്പോൾ സദാ ഹർഷിതമായിരിക്കും. ചോദ്യം: സദാ ഭാരരഹിതമായിരിക്കുന്നതിനുള്ള യുക്തി എന്താണ്? ഏത് ഉപാധിയെ സ്വായത്തമാക്കുമെങ്കിൽ സന്തോഷത്തിലിരിക്കുവാൻ സാധിക്കും? ഉത്തരം: സദാ ഭാരരഹിതമായി ഇരിക്കുന്നതിനു വേണ്ടി ഈ ജന്മത്തിൽ എന്തെല്ലാം പാപമുണ്ടായോ അവയെല്ലാം അവിനാശി സർജന്റെ മുന്നിൽ വയ്ക്കൂ. പിന്നെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങൾ ഏതൊന്നാണോ ശിരസിലുള്ളത് അതിനുവേണ്ടി ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ഓർമ്മയിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. പിന്നെ സന്തോഷം നിലനിൽക്കും. ബാബയുടെ ഓർമ്മയിലൂടെ ആത്മാവ് സദോപ്രധാനമായി മാറും. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ പിതാവ് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾക്ക് ഈ സ്മൃതി വന്നു, നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു. നമ്മൾ രാജ്യം ഭരിച്ചിരുന്നു. നമ്മൾ തീർച്ചയായും വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ആ സമയത്ത് മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. നമ്മൾ തന്നെയാണ് സത്യയുഗം മുതൽ ജന്മം എടുത്ത് 84ന്റെ ചക്രം പൂർത്തിയാക്കിയത്. മുഴുവൻ വൃക്ഷത്തിന്റെയും സ്മൃതി വന്നു. നമ്മൾ ദേവതയായിരുന്നു. പിന്നെ രാവണ രാജ്യത്തിൽ വന്നു. അപ്പോൾ ദേവി ദേവത എന്ന് വിളിക്കപ്പെടാൻ യോഗ്യമല്ലാത്തതായി. അതിനാൽ ധർമ്മമേ മറ്റൊന്നായി മനസ്സിലാക്കി. മറ്റാരുടെയും ധർമ്മം മാറുന്നില്ല. ഏതുപോലെ ക്രൈസ്റ്റിന്റെ ക്രിസ്ത്യൻ ധർമ്മവും ബുദ്ധന്റെ ബൗദ്ധധർമ്മവും തന്നെയാണ് തുടർന്നു വരുന്നത്. ബുദ്ധൻ ഇന്ന സമയത്ത് ധർമ്മം സ്ഥാപിച്ചു എന്ന് എല്ലാവരുടെയും ബുദ്ധിയിലുണ്ട്. ഹിന്ദുക്കൾക്ക് തങ്ങളുടെ ധർമ്മത്തെക്കുറിച്ച് അറിയുകയില്ല. നമ്മുടെ ഹിന്ദു ധർമ്മം എപ്പോൾ മുതൽ ആരംഭിച്ചു, ആര് സ്ഥാപിച്ചു? ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് പറയുന്നു. മുഴുവൻ സൃഷ്ടിചക്രത്തിന്റെ നോളജ് കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണുള്ളത്. ഇതിനെ ജ്ഞാനവിജ്ഞാനം എന്ന് പറയുന്നു. അവർ വിജ്ഞാന ഭവൻ എന്ന നാമം വെച്ചിട്ടുണ്ടെങ്കിലും ബാബ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിച്ചു തരുന്നു. ജ്ഞാനവും യോഗവും രചയിതാവും രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനവും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മളും അറിഞ്ഞിരുന്നില്ല, നാസ്തികരായിരുന്നു. സത്യയുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇപ്പോൾ നിങ്ങളെ ടീച്ചർ പഠിപ്പിച്ചു. പഠിച്ച് നിങ്ങൾക്ക് രാജ്യഭാഗ്യം ലഭിക്കുന്നു. കാരണം നിങ്ങൾക്ക് വസിക്കുന്നതിനു വേണ്ടി പുതിയ സൃഷ്ടി വേണം. ഈ പഴയ സൃഷ്ടിയിലാണെങ്കിൽ പവിത്ര ദേവീ ദേവതമാർക്ക് പാദം വയ്ക്കുവാൻ സാധിക്കില്ല. ബാബ വന്ന് നിങ്ങൾക്ക് വേണ്ടി പഴയ ലോകത്തിന്റെ വിനാശം ചെയ്ത് പുതിയ ലോകം സ്ഥാപിക്കുന്നു. നമുക്ക് വേണ്ടി വിനാശം തീർച്ചയായും നടക്കേണ്ടതുണ്ട്. കൽപ്പകൽപ്പാന്തരങ്ങളിൽ നമ്മൾ ഈ പാർട്ട് അഭിനയിച്ചു. ബാബ ചോദിക്കുന്നു, മുൻപ് എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടോ? അപ്പോൾ പറയുന്നു, ബാബ ഓരോ കൽപ്പത്തിലും കണ്ടുമുട്ടുന്നു. അങ്ങയിൽ നിന്നും രാജ്യഭാഗ്യം നേടുന്നതിനു വേണ്ടി. കഴിഞ്ഞ കൽപ്പത്തിലും പരിധിയില്ലാത്ത സുഖത്തിന്റെ രാജ്യഭാഗ്യം ലഭിച്ചിരുന്നു. ഈ ഏതെല്ലാം കാര്യങ്ങൾ സ്മൃതിയിൽ വന്നുവോ ഇപ്പോൾ അവ സ്മരിക്കേണ്ടതാണ്. അതിനെ ബാബ സ്വദർശന ചക്രം എന്ന് പറയുന്നു. നമ്മൾ ആദ്യം സദോപ്രധാനമായിരുന്നു. നിങ്ങൾക്ക് ഈ സ്മൃതിയും വന്നു. ഓരോ ആത്മാവിനും അവരവരുടേതായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ആത്മാക്കൾ ചെറുതും അവിനാശിയുമാണ്. അതിൽ പാർട്ടും അവിനാശിയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ടത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ പുതിയ കാര്യം എന്തെങ്കിലും ആഡ് ആവുകയോ കട്ടാവുകയോ സാധ്യമല്ല. ആർക്കും മോക്ഷം നേടാൻ സാധിക്കില്ല. ചിലർ മുക്തി യാചിക്കുന്നു. മുക്തി വേറെയാണ്, മോക്ഷം വേറെയാണ്. ഇതും സ്മൃതിയിൽ വയ്ക്കണം. സ്മൃതിയിൽ ഉണ്ടായിരിക്കുമെങ്കിൽ മറ്റുള്ളവർക്കും സ്മൃതി വരുത്തും.
നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്. ബാബ എന്താണോ സ്മൃതിയിൽ കൊണ്ടുവന്നത്, മറ്റുള്ളവർക്കും അതിൻ്റെ സ്മൃതി വരുത്തൂ. അപ്പോൾ ഉയർന്ന പദവി നേടുവാൻ സാധിക്കും. ഉയർന്ന പദവി നേടുന്നതിനു വേണ്ടി വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. മുഖ്യ പ്രയത്നം യോഗത്തിൻ്റെതാണ്. ഇത് ഓർമ്മയുടെ യാത്രയാണ്. അത് ബാബയ്ക്കല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിൻ്റെ പഠനം പഠിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മൾ വീണ്ടും പുതിയ ലോകത്തിൽ പോകും. അതിൻ്റെ പേര് തന്നെ അമരലോകം എന്നാണ്. ഇത് മൃത്യുലോകമാണ്. ഇവിടെയാണെങ്കിൽ പെട്ടെന്ന് ഇരിക്കവേ തന്നെ മൃത്യു വരുന്നു. അവിടെ മൃത്യുവിൻ്റെ പേരോ അടയാളമോ ഇല്ല. കാരണം ആത്മാവിനെ വാസ്തവത്തിൽ കാലൻ ഭക്ഷിക്കുന്നില്ല. ഏതെങ്കിലും മധുരമുള്ള വസ്തുവൊന്നുമല്ല. ഡ്രാമയനുസരിച്ച് എപ്പോഴാണോ സമയമാകുന്നത് അപ്പോൾ ആത്മാവ് പോകുന്നു. ആർക്ക് ഏത് സമയത്ത് പോകേണ്ടതുണ്ടോ അവർ പോകുന്നു. കാലൻ ആരെയും പിടികൂടുന്നില്ല. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുക്കുന്നു. കാലൻ എന്നൊന്നുമില്ല. ഇത് കഥകൾ ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് അമരലോകമാണ്. അവിടെ നിരോഗി ശരീരം ഉണ്ടായിരിക്കും. സത്യയുഗത്തിൽ ഭാരതവാസികളുടെ ആയുസ്സും നീണ്ടതായിരുന്നു, യോഗിയായിരുന്നു. യോഗിയുടെയും ഭോഗിയുടെയും വ്യത്യാസവും ഇപ്പോൾ മനസ്സിലാകുന്നു. നിങ്ങളുടെ ആയുസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം നിങ്ങൾ യോഗത്തിലിരിക്കുമോ അത്രയും പാപം ഭസ്മമാകും. പദവിയും ഉയർന്നത് ലഭിക്കും. ആയുസ്സും നീണ്ടതാകും. യഥാ രാജാറാണി ആയുസ് പൂർത്തീകരിച്ച് ശരീരം ഉപേക്ഷിക്കുന്നു. പ്രജകൾക്കും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ പദവിയുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ബാബ നിങ്ങളോട് പറയുന്നു, സ്വദർശന ചക്രധാരിയായ കുട്ടികളെ, ഈ അലങ്കാരം നിങ്ങളുടേതാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ കമലപുഷ്പ സമാനം നിങ്ങൾ കഴിയുന്നു. നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കഴിയുവാൻ സാധിക്കില്ല. ഈ ജന്മത്തിൽ നമ്മൾ എത്ര പാപം ചെയ്തു എന്നതും സ്മൃതിയിൽ വന്നു. അതിനാൽ ബാബു പറയുന്നു, അതെല്ലാം അവിനാശി സർജന്റെ മുന്നിൽ വയ്ക്കൂ. അപ്പോൾ ഭാരരഹിതമാകും. പിന്നെ ജന്മജന്മാന്തരങ്ങളിലെ ഏതൊരു പാപമാണോ ശിരസിലുള്ളത് അതിനുവേണ്ടി യോഗത്തിലിരിക്കണം. യോഗത്തിലൂടെ തന്നെയാണ് പാപം ഇല്ലാതാകുന്നത്. സന്തോഷവും ഉണ്ടായിരിക്കും. ബാബയുടെ ഓർമ്മയിലൂടെ സദോ പ്രധാനമായി മാറും. നമ്മൾ ഓർമ്മയിലൂടെ ഇതാകും എന്ന് അറിയാമെങ്കിൽ ആരാണ് ഓർമ്മിക്കാത്തത്? പക്ഷേ ഇത് യുദ്ധമൈതാനമാണ്. ഇത്രയും ഉയർന്ന പദവി നേടുന്നതിനു വേണ്ടി പ്രയത്നിക്കേണ്ടി വരുന്നു. പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമ്മൾ ഉയർന്നതിലും ഉയർന്ന സമ്പത്ത് നേടുന്നു, കൽപ്പകൽപ്പങ്ങളിൽ നേടുന്നു എന്നതിൻ്റെയും സ്മൃതി കുട്ടികൾക്ക് വന്നു. നിങ്ങളുടെ അടുക്കൽ വളരെ പേർ വരും. വന്ന് മന്മനാഭവയുടെ മഹാമന്ത്രം എടുക്കുന്നു. മന്മനാഭവയുടെ അർത്ഥമാണ് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇതാണ് മഹാമന്ത്രം, മഹാൻ ആത്മാവാകുന്നതിനു വേണ്ടി. അവരാരും മഹാത്മാവല്ല. മഹാത്മാവ് എന്ന വാസ്തവത്തിൽ ശ്രീകൃഷ്ണനെയാണ് പറയുന്നത്. കാരണം കൃഷ്ണൻ പവിത്രമാണ്. ദേവതമാർ സദാ പവിത്രമായിരിക്കുന്നു. ദേവതമാരുടേത് പ്രവൃത്തി മാർഗമാണ്, സന്യാസിമാരുടേത് നിവൃത്തി മാർഗമാണ്. സ്ത്രീകൾക്ക് തിക്കും തിരക്കും കൊള്ളാൻ സാധിക്കില്ല. ഈ എല്ലാ മോശമായ കാര്യങ്ങളും ഇപ്പോൾ കലിയുഗത്തിൽ ഉണ്ടായിരിക്കുകയാണ്. സ്ത്രീകളെയും സന്യാസിയാക്കി കൊണ്ടുപോകുന്നു. ഏതായാലും അവരുടെ പവിത്രതയുടെ മേൽ ഭാരതം താങ്ങി നിർത്തപ്പെടുന്നു. ഇതുപോലെ പഴയ കെട്ടിടത്തെ വെള്ള പൂശുന്നു, അപ്പോൾ പുതിയതുപോലെ ആകുന്നു. ഈ സന്യാസിമാരും വെള്ളപൂശി അല്പം രക്ഷിക്കുന്നു. എന്നാൽ ബാബു പറയുന്നു, ആ ധർമ്മമേ വേറെയാണ്, പവിത്രമാകുന്നു. ഭാരതഖണ്ഡത്തിൽ തന്നെയാണ് ഇത്രയും ദേവീ ദേവന്മാരുടെ ക്ഷേത്രവും ഭക്തിയും മറ്റുമുള്ളത്. ഇതും കളിയാണ്. അതിൻ്റെ വൃത്താന്തം, അതായത് ചരിത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഭക്തിമാർഗത്തിനു വേണ്ടി ഇതെല്ലാം വേണമല്ലോ.
ഒരു ശിവന് തന്നെ എത്ര നാമം വച്ചിരിക്കുന്നു. നാമമനുസരിച്ച് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടു. അനേകം ക്ഷേത്രങ്ങളുണ്ട്. എത്ര ചിലവുണ്ടാകുന്നു. എന്നിട്ടും ലഭിക്കുന്നത് പകുതി കൽപ്പത്തെ സുഖമാണ്. ഇത്രമാത്രം. വളരെയധികം ധനം വിനിയോഗിക്കുന്നു. മൂർത്തികൾ തകർന്നു പോകുന്നു. അവിടെയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെയോ മറ്റോ ആവശ്യമേ ഇല്ല. ഇപ്പോൾ ഈ സ്മൃതിയും വന്നു. പകുതി കൽപ്പം ഭക്തി നടക്കുന്നു. പിന്നെ പകുതി കൽപ്പം ഭക്തിയുടെ പേരേയില്ല. ബാബ ഈ വെറൈറ്റി വൃക്ഷത്തിൻ്റെ എത്ര സ്മൃതി വരുത്തുന്നു. കേവലം കലിയുഗത്തിൻ്റെ ദൈർഘ്യം തന്നെ 40,000 വർഷമാണെങ്കിൽ പിന്നെ ക്രിസ്ത്യൻസിൻ്റെ മറ്റും ദൈർഘ്യവും വളരെയധികം വർദ്ധിക്കേണ്ടതാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ക്രിസ്ത്യൻ ധർമ്മത്തിൻ്റേത് ഇത്രയും ലിമിറ്റഡ് ആണ്. ഇതറിയുന്നുണ്ട്. ക്രൈസ്റ്റ് വന്നിട്ട് ഇത്രയും സമയമായി, ഇന്നയാൾ വന്നിട്ട് ഇത്രയും സമയമായി ധർമ്മം സ്ഥാപിച്ചു. എന്നാൽ പിന്നെ പോകുന്നത് എപ്പോഴാണ്? ഇതറിയില്ല. കൽപ്പത്തിൻ്റെ ആയുസ് തന്നെ നീണ്ടതാക്കി. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്, ഈ വിനാശത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടേത് സയൻസാണ്, നിങ്ങളുടേത് സൈലൻസ് ആണ്. നിങ്ങൾ എത്രത്തോളം സൈലൻസിൽ പോകുമോ അത്രയും അവർ വിനാശത്തിനു വേണ്ടി നല്ല നല്ല വസ്തുക്കൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും. ദിനം പ്രതിദിനം മഹീനമായ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഉള്ളിൽ സന്തോഷമുണ്ടാകുന്നു. ബാബ നമുക്ക് വേണ്ടി പുതിയ ലോകം നിർമ്മിക്കുവാൻ വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ പഴയ ലോകത്തിൽ വസിക്കുകയില്ല. ബാബയുടെ അതിശയമാണല്ലോ. ബാബ അങ്ങയുടെ സ്വർഗം സ്ഥാപിക്കുന്നതിൻ്റേത് അതിശയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ സ്മൃതിയും വന്നു. അവരാണെങ്കിൽ രചയിതാവിനെയും രചനയുടെ ആദിമധ്യ അന്ത്യത്തെയും അറിയുന്നതേയില്ല. നിങ്ങൾ അറിയുന്നു. നിങ്ങൾ എത്ര പ്രകാശത്തിലാണ്. മനുഷ്യരാണെങ്കിൽ ഘോര അന്ധകാരത്തിലാണ്. വ്യത്യാസമുണ്ടല്ലോ. ജ്ഞാന അഞ്ജനം സദ്ഗുരു നൽകി അജ്ഞാന അന്ധകാരം വിനാശമായി. ഭക്തിമാർഗത്തിലുള്ളവർ ജ്ഞാനത്തെ അറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഭക്തിയെയും അറിയുന്നു, ജ്ഞാനത്തെയും അറിയുന്നു. മുഴുവൻ സ്മൃതിയും വന്നു. ഭക്തി എപ്പോൾ ആരംഭിക്കുന്നു, പിന്നെ എപ്പോൾ പൂർത്തിയാകുന്നു? ബാബ എപ്പോൾ ജ്ഞാനം നൽകുന്നു, എപ്പോൾ പൂർത്തിയാകും? എല്ലാ സ്മൃതിയും ഉണ്ട്. നമ്പർ വൈസ് തന്നെയാണ്. ചിലർക്ക് വളരെയധികം സ്മൃതിയുണ്ട്, ചിലർക്ക് കുറവാണ്. ആർക്കാണോ വളരെയധികം സ്മൃതിയുള്ളത് അവർ ഉയർന്ന പദവി നേടും. സ്മൃതി ഉണ്ടായിരിക്കുമ്പോൾ മറ്റുള്ളവരെയും മനസ്സിലാക്കിക്കും. വണ്ടർഫുൾ സ്മൃതിയാണല്ലോ. മുൻപ് നിങ്ങളുടെ ബുദ്ധിയിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഭക്തി, ജപം, തപം, തീർത്ഥാടനം, ശിരസ് നമിക്കൽ. മുഴുവൻ നെറ്റി തന്നെ തേഞ്ഞുപോയി. ഭക്തിയുടെ സ്മൃതിയും ജ്ഞാനവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നിങ്ങളിപ്പോൾ ഭക്തിയെ അറിയുന്നു. കാരണം തുടക്കം മുതൽ ഭക്തി ചെയ്തു. നമ്മൾ ആദ്യം ശിവന്റെ ഭക്തി ചെയ്തു, പിന്നെ ദേവതമാരുടേത് ചെയ്തു എന്നത് അറിയുന്നുണ്ട്. മറ്റാർക്കും ഈ സ്മൃതിയില്ല. നിങ്ങൾക്ക് രചനയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെയും ഭക്തിയുടെയും മറ്റും എല്ലാ സ്മൃതിയുമുണ്ട്. പകുതി കൽപ്പം ഭക്തി ചെയ്ത് വീണു തന്നെ വന്നു. ഇപ്പോൾ ദുഃഖത്തിൻ്റെ പർവ്വതം വീഴേണ്ടതുണ്ട്. കുട്ടികളായ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ഇത് വീഴുന്നതിന് മുമ്പേ നമ്മൾ ഓർമ്മയുടെ യാത്രയിലൂടെ വികർമ്മം വിനാശമാക്കണം. എല്ലാവർക്കും നിങ്ങൾ ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ അടുക്കൽ ആയിരങ്ങൾ വരുന്നു. സഹോദരി സഹോദരന്മാർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നതിനായി നിങ്ങൾ പ്രയത്നിക്കുന്നു. ജ്ഞാനത്തിൻ്റെയും ഭക്തിയുടെയും സ്മൃതി വന്നു. അതിനർത്ഥം നിങ്ങൾ മുഴുവൻ ഡ്രാമയെയും പുരുഷാർത്ഥത്തിൻ്റെ നമ്പർ അനുസരിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ആര് എത്ര നല്ല രീതിയിൽ അറിഞ്ഞുവോ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനും സാധിക്കും. മനസ്സിലാക്കിക്കേണ്ടത് കുട്ടികൾ തന്നെയാണ്. സൺ ഷോസ് ഫാദർ എന്ന മഹിമയുമുണ്ട്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരും. കുട്ടികൾ പിന്നെ മറ്റ് സഹോദരങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കും. ആത്മാക്കളെ മനസ്സിലാക്കിക്കുന്നുവല്ലോ. ഭക്തിയിൽ നിന്നും ഈ ജ്ഞാനം തികച്ചും വ്യത്യസ്തമാണ്. ഒരു ഭഗവാൻ വന്ന് എല്ലാ ഭക്തർക്കും ഫലം നൽകുന്നു.
എന്ന് മഹിമയും ഉണ്ടല്ലോ. എല്ലാവരും ഒരു ബാബയുടെ കുട്ടികളാണ്. ബാബ പറയുന്നു, ഞാൻ സർവ്വ കുട്ടികളെയും ശാന്തിധാമത്തിൽ അഥവാ സുഖധാമത്തിൽ കൊണ്ടുപോകുന്നു. കൽപ്പകൽപ്പങ്ങളിലെ ഈ ജ്ഞാനവും നിങ്ങൾക്ക് ഇപ്പോഴാണുള്ളത്, അവിടെ ഉണ്ടായിരിക്കില്ല. നിങ്ങൾ പതീതമാകുമ്പോൾ പാവനമാക്കുന്നതിനായി ബാബ നിങ്ങളുടെ കാര്യത്തിൽ എത്ര പ്രയത്നിക്കുന്നു. അതിനാലാണ് ബലിയർപ്പണമാകും, അർപ്പണമാകും എന്ന് മഹിമയുള്ളത്. ആരുടെ മേൽ? ബാബയുടെ മേൽ. പിന്നെ ബാബ ഉദാഹരണം പറഞ്ഞു തരുന്നു. ഇദ്ദേഹം എങ്ങനെ ബലി അർപ്പണമായി? ഈ സാമ്പിളിനെ ഫോളോ ചെയ്യൂ. ഇത് തന്നെയാണ് പിന്നെ ലക്ഷ്മി നാരായണൻ ആകുന്നത്. അഥവാ ഇത്രയും ഉയർന്ന പദവി നേടണമെങ്കിൽ ഇങ്ങനെ ബലിയർപ്പണം ആകേണ്ടതുണ്ട്. ധനികർ ഒരിക്കലും ബലിയർപ്പണമാവുക സാധ്യമല്ല. ഇവിടെയാണെങ്കിൽ സ്വാഹ ചെയ്യേണ്ടി വരും. ധനികർക്ക് സ്മൃതി തീർച്ചയായും വരും. അന്തിമകാലത്തിൽ ആര് സ്ത്രീയെ സ്മരിച്ചുവോ എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ഇത്രയും പൈസയെല്ലാം എന്തു ചെയ്യും? ആരും എടുക്കുക പോലുമില്ല. കാരണം എല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. ജ്ഞാനം വാങ്ങിയിട്ട് എന്തു ചെയ്യുവാൻ? ശരീരസഹിതം സർവ്വതും ഇല്ലാതാകേണ്ടതുണ്ട്. താങ്കൾ മരിക്കുമ്പോൾ ലോകവും മരിച്ചു. ഈ ധനവും മറ്റും ഒന്നും അവശേഷിക്കില്ല. പിന്നെ ഗരുഡ പുരാണത്തിലും മറ്റും രസാവഹമായ കാര്യങ്ങൾ ചേർത്തിരിക്കുകയാണ് ഭയപ്പെടുത്തുന്നതിനു വേണ്ടി. ബാബു പറയുന്നു, ഈ ശാസ്ത്രങ്ങളും മറ്റും ഭക്തിമാർഗത്തിൻ്റെതാണ്. പകുതി കൽപ്പം ഭക്തിമാർഗം നടക്കുന്നു. രാവണ രാജ്യം ആയിരിക്കുമ്പോൾ രാവണനെ എപ്പോൾ മുതൽ കത്തിക്കുന്നു എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ പറയും, പരമ്പരയായി എന്ന്. പരമ്പരയായി രാവണൻ ഉണ്ടായിരിക്കുന്നതേയില്ല, അറിയുകയേയില്ല. അതിനാൽ പരമ്പരയായി എന്ന് പറയുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ സ്മൃതി വന്നു. രാവണ രാജ്യം എപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത്? രചയിതാവിനെയും രചനയുടെ രഹസ്യവും നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകട്ടെ. പരസ്പരം ഈ ജാഗ്രത വരുത്തിക്കൊണ്ടിരിക്കൂ. ചുറ്റിക്കറങ്ങുവാനായി പരസ്പരം പോവുകയാണെങ്കിലും ഈ കാര്യങ്ങൾ സംസാരിക്കൂ. മുഴുവൻ കൂട്ടവും നിങ്ങളുടെ ഈ ഓർമ്മയുടെ അവസ്ഥയിൽ ചുറ്റി സഞ്ചരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ശാന്തിയുടെ പ്രഭാവം വളരെയധികം ഉണ്ടാകും. ക്രിസ്ത്യൻ പുരോഹിതന്മാരും വളരെയധികം സൈലൻസിൽ പോകുന്നു. ക്രൈസ്റ്റിന്റെ ഓർമ്മയിൽ ഒരു ഭാഗത്തേക്ക് നോക്കുന്നത് പോലുമില്ല. നിങ്ങൾക്ക് ഇവിടെ വളരെയധികം ഓർമ്മയിൽ ഇരിക്കാൻ സാധിക്കും. ഒരു തൊഴിൽ കാര്യങ്ങളുമില്ല. വളരെ നല്ല വായുമണ്ഡലമാണ്. പുറത്താണെങ്കിൽ വളരെ മോശമായ വായുമണ്ഡലമാണുള്ളത്. അതിനാൽ സന്യാസിമാരുടെ ആശ്രമവും വളരെ ദൂരെ ദൂരെയാണുള്ളത്. നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ്. പഴയ ലോകം ഇപ്പോൾ പോകുവാൻ പോകുന്നു. ഇത് ശ്മശാനമാണ്. പിന്നെ പരിസ്ഥാൻ ആകേണ്ടതുണ്ട്. അവിടെ വജ്രവൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരിക്കും. ഈ ലക്ഷ്മി നാരായണൻ പരിസ്ഥാനത്തിന്റെ അധികാരിയായിരുന്നല്ലോ, ഇപ്പോഴല്ല. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പങ്ങളിൽ കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ വരുന്നു. ഈ മുഴുവൻ ചക്രവും റിപ്പീറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. ബാബ സ്മൃതി നൽകിയെന്നിരിക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ സ്മൃതിയും വന്നു. മുൻപ് യാതൊന്നും ബുദ്ധിയിലുണ്ടായിരുന്നില്ല. ഈ സ്മൃതിയുടെ ലഹരിയിൽ എപ്പോഴാണോ ഇരിക്കുന്നത്, അപ്പോഴാണ് ആർക്കെങ്കിലും ആ സന്തോഷത്തോടെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത്. സ്മൃതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വീടും കുടുംബവും പരിപാലിക്കണം. ശരി, സദാ സ്മൃതിയുടെ ലഹരിയിലിരിക്കുന്ന മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി സ്മൃതിയിൽ വച്ച് മറ്റുള്ളവർക്കും സ്മൃതി വരുത്തണം. ജ്ഞാന അഞ്ജനം നൽകി അജ്ഞാന അന്ധകാരത്തെ അകറ്റണം. ബ്രഹ്മ ബാബയ്ക്ക് സമാനം ബലിയർപ്പണമാകുന്നതിൽ പൂർണ്ണമായും ഫോളോ ചെയ്യണം.
ദേഹസഹിതം എല്ലാം ഇല്ലാതാകേണ്ടതുണ്ട്. അതിനാൽ ഇതിനു മുമ്പേ ജീവിച്ചിരിക്കെ മരിക്കണം, അന്തിമ സമയത്തിൽ യാതൊന്നും ഓർമ്മ വരാതിരിക്കുന്നതിനു വേണ്ടി. വരദാനം. വിശേഷതയുടെ സംസ്കാരങ്ങളെ നാച്ചുറൽ നേച്ചറാക്കി സാധാരണത്വം സമാപ്തമാക്കുന്ന മർജീവയായി ഭവിക്കട്ടെ. ഏതൊന്നായിരിക്കുമോ നേച്ചർ, അത് സ്വതവേ അതിൻ്റെ കാര്യം ചെയ്യും. ചിന്തിക്കുകയോ ഉണ്ടാക്കുകയോ ചെയ്യേണ്ടിയോ വരുന്നില്ല, എന്നാൽ സ്വതവേ സംഭവിക്കുന്നു. ഇതേപോലെ മർജീവ ജന്മധാരികളായ ബ്രാഹ്മണരുടെ നേച്ചർ തന്നെ വിശേഷ ആത്മാവിൻ്റെ വിശേഷതയുടേതാണ്. ഈ വിശേഷതയുടെ സംസ്കാരം നാച്ചുറൽ നേച്ചർ ആകട്ടെ. ഇതാണ് എൻ്റെ നേച്ചർ എന്ന് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും വരണം. സാധാരണത്വം പാസ്റ്റിലെ നേച്ചറാണ്, ഇപ്പോഴത്തേതല്ല. കാരണം പുതിയ ജന്മം എടുത്തിരിക്കുകയാണ്. അപ്പോൾ പുതിയ ജന്മത്തിൻ്റെ നേച്ചർ വിശേഷതയാണ്, സാധാരണത്വം അല്ല. സ്ലോഗൻ. ആരാണോ സദാ ജ്ഞാനരത്നങ്ങളുമായി കളിക്കുന്നത്, കല്ലുകളുമായി അല്ല, അവരാണ് റോയൽ. ഓം ശാന്തി. ഈ സംഗമത്തിൽ ഉയർന്നതിലും ഉയർന്ന ശിവബാബയെ അറിഞ്ഞതിൻ്റെ, എൻ്റേതായി ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ സ്മൃതി എന്നെ ഹർഷിതമാക്കുന്നു. ഒരു ദീപനാളത്തിലേക്ക് ശലഭം ആകർഷിക്കപ്പെടുന്നത് പോലെ സ്നേഹസാഗരമായ ബാബയുടെ സ്നേഹത്തിൻ്റെ ആകർഷണം എന്നെ ഒരു നിമിഷത്തിൽ പരമധാമത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. ഈ ജ്യോതിദേശത്തിലെ പരമജ്യോതിയായ ശിവബാബയുടെ ഓർമ്മയിൽ ഞാൻ ആത്മാവ് ലയിച്ചിരിക്കുന്നു. സ്നേഹത്തിൻ്റെ സാഗരമായ ബാബയുടെ ഈ സ്മൃതി എൻ്റെ സ്വരൂപത്തെ പരിവർത്തനപ്പെടുത്തുന്നു. ഞാൻ മാസ്റ്റർ സ്നേഹസാഗരമാകുന്നു. ഞാൻ ശക്തിശാലി ആത്മാവാണ്. സർവശക്തിവാന്റെ സന്താനമാണ്. ഈ സ്മൃതിയുടെ ലഹരി എന്നിൽ സർവശക്തികളുടെയും വിശേഷതകൾ നിറയ്ക്കുന്നു.
സർവശക്തികളും എൻ്റെ അലങ്കാരമായി മാറുന്നു. സർവശക്തിവാനായ ബാബയുടെ സ്മൃതിയിൽ ഏകാഗ്രമായിരുന്ന് ഞാൻ ആത്മാവ് അഷ്ടശക്തി സ്വരൂപം ആകുന്നു. ഈ അഷ്ടശക്തി സ്വരൂപമായി ശിവശക്തിയുടെ സംയുക്ത രൂപമായി ഇരിക്കുമ്പോൾ മായയെ ഉൽപ്പന്നമാക്കുന്ന സർവ സംസ്കാരങ്ങളും ഇല്ലാതാകുന്നു. സുഖസാഗരമായ ശിവബാബയുടെ സന്താനമായ ഞാൻ സുഖസ്വരൂപ ആത്മാവാണ്. സുഖസാഗരവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഞാൻ ആറാടിക്കൊണ്ടിരിക്കുന്നു. സങ്കല്പത്തിൽ പോലുമുള്ള സർവ ദുഃഖങ്ങളുടെയും ശോകങ്ങളുടെയും സൂക്ഷ്മമായ അലകൾ പോലും സമാപ്തമാകുന്നു. സദാ സുഖീ ഭവ എന്ന വരദാനം ബാബ എനിക്ക് നൽകുന്നു. സർവ ദുഃഖങ്ങളെയും ശോകങ്ങളെയും അത് വിസ്മൃതമാക്കുന്നു. ഞാൻ ആത്മാവ് പരമാത്മാ സ്മൃതിയുടെ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നു. പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ നിന്നും തിരികെ ശരീരവും ആത്മാവും കമ്പൈൻഡ് ആയിരിക്കുമ്പോഴും കമലപുഷ്പ സമാനം വേറിട്ടും കർമ്മയോഗിയുമായും ഞാൻ ആത്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ സമർത്ഥ സ്ഥിതിയിൽ സർവ കർമ്മേന്ദ്രിയങ്ങളുടെയും അധികാരിയായി സ്വരാജ്യ അധികാരിയായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. എന്നിൽ നിന്നും ഈശ്വരീയ സ്നേഹത്തിൻ്റെയും സർവശക്തികളുടെയും സുഖത്തിൻ്റെയും പരിധിയില്ലാത്ത കിരണങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു.